നീ ആ ഷാജിയോട് ഇത്രയും ക്രൂരമായി പെരുമാറണ്ടായിരുന്നു. ഏതായാലും ഉർവശാവ ഉപകാരമായി. അതുകൊണ്ട് അയാളൊരു പുതിയ മനുഷ്യനാണോ നീ പറയുന്നത്? അതേന്ന് പുള്ളിക്കാരന്റെ അച്ഛൻ ഷാജിക്ക് തിരക്കിട്ടൊരു വിവാഹാലോചന നടത്തുകയാണ്. ശാന്തി അല്ലാതെ മറ്റാരും വിവാഹം കഴിക്കില്ലെന്ന പുള്ളിക്കാരന്റെ പിടിവാശി. അതിന് ഷാജി മാത്രം വിചാരിച്ചാൽ പോരല്ലോ. ദേ വരുന്നു, ഞാൻ പോണു. ഞാൻ ശാന്തിയോട് വളരെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. റിയലി ഐ എം സോറി അബൌട്ട് ഇറ്റ്. ഞാൻ കാരണമാണ് ഷാജിയുടെ പഠിത്തം മുടങ്ങിയതെന്ന് എനിക്കറിയാം. അന്തസ്സുള്ള ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ശാന്തിയും ചെയ്തിട്ടുള്ളൂ. കുറ്റം മുഴുവൻ എന്റെ ഭാഗത്താണ്. ഞാൻ പോട്ടെ, സമയായി. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ശാന്തിയുടെ ചേട്ടനെ കാണാനായിട്ടിരിക്കുക. ഞാൻ ഈ സംഭവങ്ങളൊന്നും ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങളെ പറ്റി പറയാനൊന്നുമല്ല, എന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചേട്ടനുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പോട്ടെ ഷാജി. ഈ കൈയോടുള്ള തട്ടിക്കളിയൊന്നും ശങ്കുവത്ര പിടിയില്ല കുഞ്ഞെ. കുഞ്ഞെ, ഈ കാരാമകളി എപ്പോഴാവും നിൽക്കുന്നത്? കണ്ണടച്ചിട്ട് അയ്യോ കാലൻ. വരൂലേക്ക് നമുക്ക് അല്പം ക്യാരംസ് കളിക്കാം. ഈ മനുഷ്യൻ ആരാണ്? നിനക്കറിയില്ലേ? വിക്രമൻ. ആരായാലും ഇയാൾ വൃത്തികെട്ടവനാണ്. വിക്രമൻ, നിനക്കറിയാമോ ലേഖ ആരാണെന്ന്? നന്നായിട്ടറിയാം. നിങ്ങളുടെ മകൾ. സൗന്ദര്യ വസ്തുക്കൾ വെറുതെ കണ്ട് ആസ്വദിക്കുന്നതിൽ ഞാൻ രസം കണ്ടെത്താറില്ല. നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണെന്ന് നിനക്കറിയാം. വേണ്ടി വന്നാൽ നിന്നെ അവസാനിപ്പിക്കാൻ മറ്റൊരു വിക്രമനെ കണ്ടുപിടിക്കാൻ ഞാൻ മടിക്കില്ല. ശേഖരൻ മുതലാളിയെ വിക്രമന് നന്നായിട്ടറിയാം. വിക്രമനെ മുതലാളിയും അറിയുന്നത് നന്ന്. ഫ്രണ്ടിലേക്ക് അത് തുറന്നു കിടന്നു. അവിടെ ആരെയും കാണുന്നേ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ശാന്തി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സാമാന്യ മര്യാദയ്ക്ക് എന്നോടൊന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞുകൂടെ? താങ്ക് യു. ഷാജി കൂടെ കൂടെ ഇവിടെ വരുന്നത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയ്ക്കിട വരും. ഉപദ്രവിക്കണമെന്ന് കരുതിയല്ല. കാണണമെന്ന് തോന്നിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാറില്ല, ഇങ്ങ് പോരും. എന്റെ സ്ഥിതി ഷാജിക്ക് അറിയാൻ പാടില്ല. എന്റെ കുഞ്ഞാലിക്ക ഒളിവിലാണ്. ചേട്ടനാണെങ്കിൽ പിടിച്ചേ അടങ്ങുന്ന വാശിയിലാണ്. എന്റെ ദുഃഖം ആരോട് പോയി പറയും? ശാന്തിയുടെ ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓരോരുത്തരുടെ വിധി ഓരോ വിധത്തിലല്ലേ. അപ്പോ ചേട്ടൻ എപ്പോഴാ വരിക? ചേട്ടൻ കുറച്ച് ലേറ്റായിട്ടേ വരൂ. എന്നാൽ മറ്റൊരു ദിവസം ചേട്ടനുള്ളപ്പോ വരാം. പോട്ടെ. ഞാൻ പോട്ടെ അമ്മേ. മോനെ, ജോലി കഴിഞ്ഞോണ്ടേ മോനിഞ്ഞു പോരണം. ചുമ്മാ യൂണിയനും മഴക്കും നമുക്ക് വേണ്ട കേട്ടോ. എന്തായാലും എന്ത് പറ്റി? ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു. ഇന്നു മുതൽ ഇതാണ് എന്റെ വീട്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ലേഖ വീട്ടിലേക്ക് പോയിക്കോളൂ. മോള് വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലെ സാഹചര്യം അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം, പക്ഷേ വീട്ടിലേക്കല്ല. മോളെ, മോളെ, നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും മോളെ. നീ അകത്തേക്ക് വാ. അമ്മേ, നീ പോടാ അവിടുന്ന്.
ഒരു ഉപകാരം ചെയ്യാവോ? എന്താ? എന്റെ വീല് പഞ്ചറായി പോയി. മുതലാളി വരുന്നതിന് മുമ്പ് ശരിയാക്കില്ലെങ്കിൽ എന്റെ ജോലി പോകും. ആ ജാക്കി ഒന്ന് തരാവോ? അതിനെന്താ, തരാമല്ലോ. വളരെ ഉപകാരം. ചില്ലയെല്ലാം കാക്ക തൂറിച്ചിരിക്കുന്നു. എന്താ തുടച്ചുകളയാത്തത്? ആ, തുടങ്ങിയ ആശാനെ ഒരു 5 രൂപ തന്നെ. മുതലാളി വരുമ്പോ തരാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ഒന്ന് സൂക്ഷിച്ചേക്കണം. ധാരാളം കള്ളന്മാരുള്ള സ്ഥലവാ. വണ്ടി പോകും. ശരി, വാങ്ങിക്കോളാം. തീപ്പെട്ടി ഉണ്ടോ? അത് എന്തോന്ന് തീപ്പെട്ടിയാ? പെട്ടി സാറ് വെച്ചോ, എടുത്തു. പണവും പ്രതാപവും നോക്കിയാണെങ്കിൽ നമ്മൾ തമ്മിൽ അടുക്കുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ല, ഇന്ന് വരെ നീ ജീവിച്ച ചുറ്റുപാടുകൾ നാളെ നിനക്ക് പൂർണ്ണമായും മറക്കേണ്ടി വരും. അന്ന് വിഷമമുണ്ടാകരുത്. ഒരു നിമിഷത്തിന്റെ ആവശ്യം കൊണ്ടൊന്നുമല്ല ഞാൻ സേതുവിനെ സ്നേഹിച്ചത്. എല്ലാം ആലോചിച്ചിട്ടാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ ഞാനും നിന്റെ അച്ഛനും ശത്രുക്കളാണ്. നീ എന്നെ വിവാഹം ചെയ്താൽ നാളെ അച്ഛനാണോ ഭർത്താവാണോ വലുതെന്ന് നിനക്ക് തീരുമാനിക്കേണ്ടതായി വന്നാൽ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരവസാനവും ഉണ്ടാവില്ല. പണത്തിന് മനുഷ്യനേക്കാൾ വില കൽപ്പിക്കുന്ന അച്ഛൻ, ധൂർത്തടിച്ച് ലക്ഷ്യമില്ലാതെ നടക്കുന്ന ചേട്ടൻ, ഒരാശ്വാസം അമ്മയായിരുന്നു. ആ അമ്മയെയും അച്ഛൻ കൊന്നു. അതെ, ഓർമ്മ തെളിഞ്ഞ കാലത്ത് ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്നിട്ടും ഞാൻ ആ മനുഷ്യനെ ഡാഡിന്ന് വിളിച്ചു, സ്നേഹിച്ചു. പറഞ്ഞാൽ ഏറെ പറയാനുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ആർക്കും ഒന്നും അറിയില്ല. എല്ലാം ഓർത്ത് ആദ്യമൊക്കെ കരയുമായിരുന്നു. പിന്നീട് കണ്ണീര് വരാതായി. അതുകൊണ്ട് ഒന്നും ആരെയും അറിയിക്കാതെ ചിരിക്കാൻ പഠിച്ചു. നീ വിഷമിക്കണ്ട. ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. വരൂ. ജലദോഷം പിടിക്കണ്ട, ഞാൻ പോയി ടൗൽ എടുത്തോണ്ടിരാം.